മാത്യു കുഴൽനാടൻ എംഎൽഎക്കെതിരായ ബാലാവകാശ കമ്മീഷൻ കേസെടുത്തു. സ്കൂൾ വിദ്യാർത്ഥികളെ വെയിലത്ത് നിർത്തി പണിയെടുപ്പിച്ചെന്ന പരാതിയിലാണ് കേസ്. എംഎൽഎ ഉൾപ്പെടെയുള്ളവരിൽ നിന്ന് വിശദീകരണം തേടുമെന്ന് ബാലാവകാശ കമ്മീഷൻ അറിയിച്ചു. LDF മൂവാറ്റുപുഴ മണ്ഡലം കമ്മിറ്റി നൽകിയ പരാതിയിലാണ് നടപടി. മൂവാറ്റുപുഴ നഗരവികസനത്തിന്റെ പേരിൽ മാത്യു കുഴൽനാടൻ MLA കുട്ടികളെ കൊണ്ട് പാതയോരത്ത് കൂട്ടിയിട്ട കേബിളുകൾ നീക്കം ചെയ്യിച്ചുവെന്നാണ് LDF ബാലാവകാശ കമ്മീഷൻ നൽകിയ പരാതിയിൽ പറയുന്നത്. റോഡ് വികസനം ഉൾപ്പെടെ നിർമ്മാണ പ്രവൃത്തികളുടെ ഭാഗമായി ഇലക്ട്രിക് പോസ്റ്റുകൾ, കേബിളുകൾ, വാട്ടർ അതോറിറ്റി പൈപ്പുകൾ എന്നിവ മാറ്റിസ്ഥാപിക്കുന്ന ജോലികൾ ബന്ധപ്പെട്ട വകുപ്പുകൾ കരാറുകാരെ കൊണ്ട് ചെയ്യിപ്പിച്ചു വരുന്നതിനിടെയാണ് MLA സ്കൂൾ വിദ്യാർത്ഥികളെ കൊണ്ട് പണിയെടുപ്പിച്ചതെന്നാണ് ആക്ഷേപം. കേബിളുകൾ നീക്കുന്നതിൽ കാലതാമസം വന്നുവെന്നും അതിനാൽ പ്രതിഷേധാത്മകമായി MLAയും കുട്ടികളും ചേർന്ന് കേബിളുകൾ മാറ്റിയെന്നുമായിരുന്നു വിശദീകരണമെങ്കിലും ബാലാവകാശ ലംഘനമാണ് MLAയുടെ ഭാഗത്തു നിന്നുണ്ടായതെന്ന് പരാതി നൽകിയ LDF മൂവാറ്റുപുഴ മണ്ഡലം കമ്മിറ്റി കൺവീനർ അനീഷ് മാത്യു പറഞ്ഞു. സർക്കാരിന്റെ ഗവൺമെന്റിന്റെ നിയമമുണ്ട്. കുട്ടികളെ ഒരു പരിപാടിക്ക് വിളിച്ചുകൊണ്ടുപോയി ദീർഘനേരം നിർത്തി ബുദ്ധിമുട്ടിക്കരുത് എന്ന നിയമമുണ്ട്. ഈ സമയത്താണ് യൂണിഫോം ഉൾപ്പെടെ ഇടിയിച്ചുകൊണ്ട് ആ സ്കൂളുകളിലെ കുട്ടികളെ, തറബിയത്ത് സ്കൂളിലെയും സെന്റ് അഗസ്റ്റിൻ സ്കൂളിലെയും കുട്ടികളെ മൂവാറ്റുപുഴ ടൗണിൽ ഇറക്കി ആ കുട്ടികളെ കൊണ്ട് ഈ കേബിൾ മാറ്റിക്കുന്നത്. ആ കേബിളുകൾ മുഴുവൻ നട്ടുച്ച സമയത്ത് ഈ കുട്ടികളെ കൊണ്ട് വാരിച്ച് വണ്ടിയിൽ കയറ്റി വിടുമ്പോൾ എന്ത് മര്യാദയാണ് മൂവാറ്റുപുഴയുടെ MLAക്ക് ഉള്ളത് എന്നാണ് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്. LDFന്റെ പരാതിയിൽ ബാലാവകാശ കമ്മീഷൻ MLAക്കെതിരെ കേസെടുത്തു. മാത്യു കുഴൽനാടൻ MLA ഉൾപ്പെടെയുള്ളവരിൽ നിന്ന് വിശദീകരണം തേടുമെന്ന് ബാലാവകാശ കമ്മീഷൻ അറിയിച്ചു. ബാലാവകാശ കമ്മീഷന് പുറമെ പോലീസിനും വിദ്യാഭ്യാസ മന്ത്രിക്കും പരാതി നൽകിയിട്ടുണ്ട്. കൈരളി ന്യൂസ്, കൊച്ചി.